കവയിത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് ജന്മനാടായ ആറന്മുളയിൽ നടക്കുന്ന സുഗതോത്സവം പരിപാടിയിൽ ഇന്ന് ഏകദിന ദേശീയ പൈതൃക പരിസ്ഥിതി ശില്പശാല നടന്നു. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ആറന്മുളയുടെ പൈതൃക സമ്പത്തുകളെക്കുറിച്ചുള്ള ചർച്ചകളും പഠന ക്ലാസുകളും ശില്പശാലയിൽ നടന്നു. ഐക്യരാഷ്ട്രസഭയിൽ പൈതൃകകാര്യ ഉപദേശക കൌൺസിലിൽ ഭാരത പ്രതിനിധിയായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ബി വേണുഗോപാൽ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. നാളെ വൈകുന്നേരം നടക്കുന്ന നവതി സമാപന സമ്മേളനം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്യുമെന്ന് മുതിർന്ന BJP നേതാവ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. കേരളത്തിൽ വരും കാലങ്ങളിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ആറന്മുളയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ പൈതൃക സംരക്ഷണ പദ്ധതികളെക്കുറിച്ചുള്ള പ്രഖ്യാപനവും ഈ സമ്മേളനത്തിൽ ഉണ്ടാകും. പ്രധാനമായും ഊന്നൽ നൽകുന്നത് കുട്ടികളിലേക്ക് പാരിസ്ഥിതിക അവബോധം പകർന്നു കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള കർമ്മ പദ്ധതികളാണ്. പ്രധാനമായും സുഗതകുമാരിയുടെ കവിതകൾ, ജീവിതകാലത്തെ സംഭവങ്ങൾ, ഇതെല്ലാം പ്രചോദനാത്മകമായ അനുഭവങ്ങൾ എന്നുകൊണ്ട് കുട്ടികൾക്ക് വിവരിച്ചു കൊടുക്കുകയും അവർക്ക് ഇത് സംബന്ധിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ താല്പര്യം ജനിപ്പിക്കുകയും ഒക്കെ ചെയ്ത് വരും കാലങ്ങളിൽ വരാനിരിക്കുന്ന വലിയ പ്രകൃതി ധ്വംസനങ്ങളെയും അതുപോലെ പാരിസ്ഥിതികമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെയുമൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് നേടിയെടുക്കുകയുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. സുഗത നവതി പുരസ്കാരം ശ്രീമൻ നാരായണന് ചടങ്ങിൽ സമ്മാനിക്കും.